മറ്റൊരു ബ്രേക്കിംഗ്. വെറ്റിനറി ആശുപത്രികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. എന്താണ് കാരണമെന്നല്ലേ? വിദ്യാർത്ഥികൾക്ക് അലവൻസ് നൽകിയിട്ട് 8 മാസമായിരിക്കുകയാണ്. താമസത്തിനും ഭക്ഷണ ചെലവിനും ഒക്കെയായി മാസം 17,000 രൂപയാണ് നൽകേണ്ടത്. സർക്കാർ ഫണ്ട് നൽകുന്നില്ല എന്നാണ് സർവകലാശാല അധികൃതരുടെ വിശദീകരണം. നമുക്ക് വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് കേൾക്കാം. ഇപ്പോൾ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 8 മാസത്തോളമായി. അപ്പോൾ 8 മാസമായിട്ടും ആകെ 1 മാസത്തെ അലവൻസ് മാത്രമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഇന്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ പോകണം, പല സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഈ ഫണ്ടും കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത്. കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം വരുന്നത്. അതിൽ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹോസ്പിറ്റലുകളിലും നമ്മൾ 1 മാസം 4 മാസം വെച്ച് ഓരോ ഹോസ്പിറ്റലിലും നമ്മൾ പബ്ലിക്കിന് സർവീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മളവിടെ സർവീസും ചെയ്യുന്നുണ്ട്. അതിന് തരേണ്ട ഇന്റേൺഷിപ്പ് അലവൻസ് ആണ് നമുക്ക് കിട്ടാത്തത്. മാസം 17,000 രൂപ എന്നുള്ള കണക്കിലാണ് എല്ലാവർക്കും കൊടുക്കുക. 7 മാസത്തെ 17,000 വെച്ചിട്ട് 8 മാസത്തെ 1,36,000 രൂപ അടുപ്പിച്ച് നമുക്കിപ്പോൾ തരാനുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആദിൽ പാലോടാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. അതിൽ ബജറ്റിൽ ബിരുദതലം വരെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസമാക്കിയത് നമ്മൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. പക്ഷേ വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ അങ്ങനെ അല്ല. അവർക്ക് കിട്ടേണ്ടുന്ന ഇന്റേൺഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അലവൻസ് നൽകിയിട്ട് 8 മാസമായിരിക്കും. ഒരു വലിയ തുക തന്നെ നൽകാനുണ്ടല്ലേ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. വിനീത പറഞ്ഞതുപോലെ ബജറ്റ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഒപ്പം ഈ അടുത്താണ് മുഖ്യമന്ത്രി കണക്ട് ടു വർക്ക് എന്ന പേരിൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രത്യേക ഒരു ധനസഹായത്തിന്റെ പദ്ധതി കൂടി പ്രഖ്യാപിച്ചത്. ആ നിലയിൽ പദ്ധതികൾ പലതുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട സ്റ്റൈപ്പൻഡ് പോലും സർക്കാർ മുടക്കുകയാണ്. അതിൽ പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV നൽകുന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട്. വിനീത, ഈ വെറ്റിനറി ഡോക്ടർമാരാകാൻ പഠിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് പല സ്ഥലങ്ങളിലായി ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ആശുപത്രികളിൽ പോയി അവർ സേവനം ചെയ്യുകയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി. ആ സമയത്ത് അവർ താമസിക്കുന്നതിനും വിദൂര ഭാഗങ്ങളിലൊക്കെ പോയി താമസിക്കുന്നതും ഭക്ഷണത്തിനുമായാണ് 17,000 രൂപ അലവൻസ് എന്ന രൂപത്തിൽ നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത്. പക്ഷേ 17,000 രൂപ 8 മാസത്തേത് മുടങ്ങിയിരിക്കുന്നു. സ്വന്തം നിലയിൽ ദരിദ്രരായ കുട്ടികളൊക്കെ ആണെങ്കിൽ, സാമ്പത്തികമായി മോശമുള്ള ജീവിത പശ്ചാത്തലത്തിൽ, കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബജറ്റിൽ 49 കോടി രൂപയാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റിക്കായി പ്ലാൻ ഫണ്ടിൽ സർക്കാർ പ്രഖ്യാപിച്ചതെങ്കിൽ 14 കോടി രൂപ മാത്രമാണ് അനുവദിച്ചതെന്ന് യൂണിവേഴ്സിറ്റിയും പറയുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കേണ്ട തുകയാണ്. പക്ഷേ സർക്കാർ പണം നൽകാതെ എങ്ങനെ ഞങ്ങൾ നൽകുമെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതർ ചോദിക്കുന്നത്. വിനീത പറഞ്ഞതുപോലെ ഈ പദ്ധതികളും പ്രഖ്യാപനങ്ങളും പ്രഹസനമാകുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ വെറ്റിനറി ഡോക്ടർമാരാകുന്ന വിദ്യാർത്ഥികൾ, അവസാന വർഷ വിദ്യാർത്ഥികൾ പല ഭാഗങ്ങളിൽ പോയി ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവർക്ക് കിട്ടേണ്ട സ്റ്റൈപ്പൻഡ് അലവൻസ് മുടങ്ങിയ ഈ വാർത്തയും ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ ഡോക്ടർമാർക്ക് MBBS പഠിച്ചവരും സമാനമായി സ്റ്റൈപ്പൻഡുകൾ നൽകി വരുന്നുണ്ട്. പക്ഷേ ഇവരുടെ കാര്യത്തിലാകട്ടെ 8 മാസത്തെ തുക 17,000 രൂപ വെച്ച് മുടങ്ങിയിരിക്കുന്നു. അതിന്റെ ദുരിതമാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത്. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെടുകയാണ്. മന്ത്രി ചിഞ്ചുറാണി ഉൾപ്പെടെയുള്ളവരുടെ, അല്ലെങ്കിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഒക്കെ പ്രതികരണങ്ങൾ തേടാവുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ അവർ ഈ പ്രശ്നത്തിൽ അവർക്കറിയാവുന്നതായിരിക്കുമല്ലോ, ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? നമ്മൾ മന്ത്രിയുടെ ഓഫീസുമായി ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്നതാണ് വളരെ അടിസ്ഥാനപരമായ ഇതിന്റെ പ്രശ്നം. ഇടപെടുന്നുണ്ട് എന്നാണ് മന്ത്രിയുടെ ഓഫീസും മറ്റും പറയുന്നത്. യൂണിവേഴ്സിറ്റി VCയുമായി സംസാരിച്ചു. സർക്കാർ പണം നൽകാതെ യൂണിവേഴ്സിറ്റി എങ്ങനെ കുട്ടികൾക്ക് പണം നൽകും? വലിയ വിഷമം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തും ഉണ്ട് എന്നാണ് യൂണിവേഴ്സിറ്റി VC അടക്കം നമ്മളോട് പറഞ്ഞത്. ഏതായാലും ആത്യന്തികമായി കുട്ടികൾക്ക് പണം ലഭിക്കുന്നില്ല, സർക്കാർ ഖജനാവിൽ പണമില്ല. ഇതാണ് ഇതിന് ഉത്തരം എന്ന നിലയിലാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ഉത്തരം നൽകുകയും പണമില്ലെന്ന് പറയുകയും പരസ്യങ്ങൾക്ക് ധൂർത്ത് നടത്തുന്നു. ഇതിനൊപ്പം തന്നെ വലിയ വലിയ പദ്ധതികൾ പുതുതായി പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ പ്രഹസനമല്ലേ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. വിനീത, ശരി, നമ്മൾ മന്ത്രിമാരെ വിളിച്ചിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ അവർ ഫോൺ എടുക്കുന്നില്ല, മറ്റെന്തെങ്കിലും തിരക്കുകളായിരിക്കും. അതിൽ എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഇപ്പോഴുള്ള ദുരിതങ്ങൾ കൂടി പരിഹരിക്കപ്പെടേണ്ടതാണല്ലോ. അതിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.